പൂവൻ കോഴി കണ്ട കലോത്സവം. കിങ്ങിണിക്കാട്ടിൽ കലോത്സവമായി. അടുത്തുള്ള പ്രദേശത്തുനിന്നു ധാരാളം മൃഗങ്ങളും പക്ഷികളും കലോത്സവത്തിനു വന്നെത്തി. തൊട്ടടുത്ത ഗ്രാമത്തിൽ താമസിക്കുന്ന സുന്ദരൻ പൂവൻ കോഴിക്കും കലോത്സവം കാണാൻ മോഹമായി. അവർ കിങ്ങിണിക്കാട്ടിലേക്ക് നടന്നു. കാടിനടുത്തെത്തിയ സുന്ദരൻ അത്ഭുതപ്പെട്ടുപോയി. അതാ കിങ്ങിണിക്കാട് വർണ്ണക്കടലാസ് കൊണ്ട് അലങ്കരിച്ച് തോരണം തൂക്കി മനോഹരമാക്കിയിരിക്കുന്നു. മൈക്കിലൂടെ മനോഹരങ്ങളായ ഗാനങ്ങൾ കേൾക്കാം. സുന്ദരൻ കാടിനുള്ളിലേക്ക് കയറി. അവിടെ സ്റ്റേജിൽ കലാപരിപാടികൾ നടക്കുന്നു. ഗംഭീരമായ സദ്യ ഒരുങ്ങുന്നു. സുന്ദരൻ ചുറ്റും നോക്കി ഒരു കൂട്ടുകാരനെ കണ്ടെത്തണമല്ലയാ. അപ്പോൾ അതാ ഒരു മുയൽ കുട്ടി ചാടി ചാടി വരുന്നു. അവർ രണ്ടുപേരും ചങ്ങാതികളായി. മാനിന്റെ ഓട്ടംതുള്ളലും കുയിലിന്റെ ഗാനവും മയിലിന്റെ നൃത്തവും തത്തയുടെ മിമിക്രിയും കുറുക്കന്റെ കിച്ചൺ മ്യൂസിക്കും കരടിയുടെ കഥകളിയും കുരുവിയുടെ കവിതയും കടുവയുടെ നാടൻ പാട്ടും മറ്റു മൃഗങ്ങളുടെ ഗാനമേളയും ഒപ്പനയും തിരുവാതിരയും കൈകൊട്ടികളിയും കോൽ കളിയുമൊക്കെ സുന്ദരൻ നന്നായി ആസ്വദിച്ചു. രണ്ടുപേരും നല്ല സദ്യയും കഴിച്ചു. അതിനുശേഷം വള്ളംകളിയും വടംവലി മത്സരവും നടന്നു. ഒക്കെ കഴിഞ്ഞപ്പോൾ സമയം രാത്രിയായി. സുന്ദരന് ആകെ ഭയമായി. ഈ രാത്രിയിൽ എങ്ങനെ വീട്ടിൽ എത്തും? സുന്ദരന്റെ പ്രയാസം കണ്ട് മുയൽ സുന്ദരനെ വീട്ടിൽ കൊണ്ടുപോയി സൽക്കരിച്ചു. അവർ ഒന്നിച്ചുറങ്ങി. പിറ്റേന്ന് രാവിലെ മുയൽ സുന്ദരനെ വീട്ടിൽ കൊണ്ടുചെന്നാക്കി.